ഹായ്, ഞാനിന്നൊരു ലോങ് വീഡിയോ ചെയ്യാനാണ് വന്നേക്കുന്നത്. ലോങ് വീഡിയോയിൽ ഞാനിന്ന് ഒരു ലാഷ് എക്സ്റ്റൻഷൻ ചെയ്യാൻ പോവാണ് അറ്റ് ഹോം ബൈ മൈസെൽഫ്. ഓക്കെ, ഇതിൽ എനിക്ക് അത്യാവശ്യം നിങ്ങൾക്ക് കാണാം കുറച്ചൊക്കെ ലാഷസ് ഉള്ള കൂട്ടത്തിലാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമില്ല ഫേക്ക് ലാഷസ് എങ്ങനെ വെക്കാം. അതിന് വേണ്ടിയിട്ടൊരു ഈസി ആണെന്ന് തോന്നിയിട്ടുള്ള ഒരു ഐലാഷ് എക്സ്റ്റൻഷൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ മാഗ്നറ്റിക് ഐലാഷ് ആൻഡ് ഐലൈനർ കിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഐലാഷ് ആൻഡ് ഐലൈനർ ആണുള്ളത്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെയെന്നുള്ളത്. ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല. ഞാനിപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യാം. ഞാനിത് മൊമോസോന്ന് വാങ്ങിയതായിരുന്നു. ഇതിലവർ എഴുതിയേക്കുന്നത് എന്തൊക്കെയുണ്ടാവോ. ഓക്കെ, ഐലൈനറിനകത്ത് തന്നെ മാഗ്നറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാഗ്നറ്റിക് ലിക്വിഡ് ഐലൈനർ ഗ്ലൈഡ്സ് ഈസിലി ടു ഡ്രോ തിൻ ലൈനർ. നമുക്ക് നോക്കാം. അത്യാവശ്യം എൻ്റെ കണ്ണ് കുറച്ച് സെൻസിറ്റീവാണ്. നോർമൽ ഇത് എഴുതുമ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. ലീവ് ഇറ്റ് ഫോർ അബൌട്ട് 20 seconds until the lines dries and then attach the false eyelashes എന്നാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇതാണ് ഐലാഷ്. കാണാമോ? നല്ല രസമില്ലേ? നല്ല തിക്ക് ആൻഡ് ലോങ് ആയിട്ടുള്ള ഐലാഷസ്. അതിൻ്റെ കൂടെ അവർ ഒരു ഐലൈനർ കൊടുത്തിട്ടുണ്ട്. ചെയ്ത് നോക്കാം. അപ്പോൾ വരച്ച് കഴിഞ്ഞിട്ട് പൊട്ടിച്ച് നോക്കാം. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഞാനിത് ഇതുവരെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിങ്ങനെ ഇളകി വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഓക്കെ, ഇതിൽ പശയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതെ, ഞാനിത് കാണിച്ചില്ലേ, ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി. ഇതിലിവർ വെച്ചേക്കുന്നതേ മാഗ്നറ്റിക് സ്ട്രിപ്പ് ഒരെണ്ണമുണ്ട്. ഇത് കേട്ടോ, നിങ്ങളിതിൽ കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കണ്ടോ, ഇത് ക്ലിക്ക് സൗണ്ട് കേട്ടോ. അതെ, എങ്ങനെ ഇട്ടാലോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഈ ബോക്സിൽ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എന്നാ കഷ്ടമാണ് നോക്കില്ല, ഞാൻ വീഡിയോ മൊത്തം എടുത്ത് എന്നിട്ട് റെക്കോർഡായില്ല. ഞാൻ അതിൻ്റെ എഴുതിയതൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും കാണുന്നില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ, അതോ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ? നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ വരെയല്ലേ കണ്ടത്. അതായത് ഇനി ഐലൈനർ എഴുതി നോക്കാം നമുക്ക്. ഐലൈനർ എഴുതി ഒരു 20 seconds ഡ്രൈ ചെയ്തതിന് ശേഷം ഇത് വെക്കാനാണ് പറഞ്ഞേക്കണം. എനിക്കിങ്ങനെ ഫോണിൽ നോക്കി ഇതെഴുതി വശമില്ല കേട്ടോ. ഐലൈനർ എഴുതാൻ അറിയത്തില്ലേ എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. ഞാൻ അത്യാവശ്യം തിക്കായിട്ടാണ് എഴുതുന്നത്. ഓക്കെ, അല്ല, ഇതിന് വേണ്ടി അത്യാവശ്യം തിക്കായിട്ടാണ് എഴുതുന്നത്. തൊട്ടിച്ച് നോക്കാം. 20 seconds ആയോ? ആയില്ല, 20 seconds ആയില്ല, ഒട്ടിയില്ല. ഈശോ, ഈസിയാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഈസിയൊന്നും അല്ല. ഇത് കുറച്ച്
ഫിൽറ്റർ വെച്ച് പോലെ ഉണ്ടല്ലേ. ഇത്തും പൊട്ടിയിട്ടില്ല കേട്ടോ. അത് ഞാനത് ഒന്നുകൂടെ അവിടെ ഇത്തിരി ഐലൈനർ എഴുതി കൊടുത്താലോ. യെസ്, ഇവിടെയൊക്കെ പറ്റി ഫുൾ മെസ്സിയായി. നിങ്ങൾ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ. അയ്യോ, ഇവിടെ നോട്ടിട്ടില്ല. എന്നെ കാണിക്കുവാണോ? എൻ്റെ കൈ മൊത്തമായി. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക വർക്കാൻ. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. Hope you guys can see it. ഓക്കെ, ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സെക്കൻഡ് ആയാലും വെച്ച് കൊടുത്ത് നോക്കാം. എനിക്ക് മാത്രമാണ് ഇങ്ങനെ, അതോ യൂസ് ചെയ്തിട്ടുള്ളവർ എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. എനിക്ക് കുറച്ച് സെൻസിറ്റീവ് ഐസാണ്, പക്ഷേ ഇത് ഈ മാഗ്നറ്റിക് ലൈനർ പുരട്ടിയിട്ട് എനിക്ക് കണ്ണിന് ബേണിങ് സെൻസേഷൻ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് പെട്ടെന്ന് വെക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താലോ. 5 മിനിറ്റ് വേണ്ടല്ലേ, ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് നോക്കാം. ഒട്ടി. ഓക്കെ, ഇത് കുറച്ച് ക്വിക്കായിരുന്നു കേട്ടോ. യാ, അപ്പം എൻ്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, ഞാൻ ആക്രാന്തം പിടിച്ച് ഒട്ടിച്ചതിൻ്റെ ഫലമായിട്ടാണ്. രണ്ട് രീതിയിലാണ് ഇരിക്കുന്നത്. ഇവിടെ കുറച്ച് പൊങ്ങിപ്പോയെന്ന് തോന്നുന്നു എഴുതിയത്. അപ്പോൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കൺപീലിയോട് ചേർത്തെഴുതുക. ഓക്കെ, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വെച്ചേക്കുന്ന പോലെ ഇതിങ്ങനെ ഇരിക്കും. ഇത് കുറേ കൂടി ഇതാണ്, ഇത് പൊങ്ങിപ്പോയി വെച്ചത്. ഓക്കെ, അപ്പം എനിക്ക് ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിലവർ എഴുതിയിരിക്കുന്നത് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. നോക്കാം. റീയൂസബിളാണ്, ഓഫ് കോഴ്സ് റീയൂസബിളാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഊരി മാറ്റിയിട്ട് വീണ്ടും ഇത് തന്നെ ചെയ്താൽ മതിയല്ലോ. ഈസി ടു അപ്ലൈ ആണെന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ആയതുകൊണ്ടായിരിക്കണം കുറച്ച് പാടാണ്. നിങ്ങൾ തന്നെ നോക്കിയിരിക്കും. ഇവിടെ ഒരുപോലെ ഇത് കുഴപ്പമില്ല. പക്ഷെ ഇതൊരുമാതിരി എങ്ങനെയാണ് ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കണം. പക്ഷേ ഒരു ഫോട്ടോഷൂട്ടിനും വീഡിയോസൊക്കെ ചെയ്യാൻ നേരം ഇതൊക്കെ വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. സ്ട്രോങ് മാഗ്നറ്റിസം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ടിപ്പോൾ കുറച്ച് നേരം ആയില്ലേ, ഒരു മിനിറ്റായി കാണണം. യെസ്, സോ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഇങ്ങനെ വലിച്ചാൽ വരത്തില്ല. ഓക്കെ, ഫൈൻ, വരത്തില്ല. ഇതിപ്പോൾ വെച്ചതുള്ളൂ, ചിലപ്പോൾ വരുമായിരിക്കും. ഇല്ല, സി ഇതിനിപ്പോൾ ഊരാൻ ഇവിടെ നിന്ന് വിട്ടു കേട്ടോ. ഓക്കെ, ഇത് ഞാൻ വെച്ചതിൻ്റെ കുഴപ്പമായിരിക്കണം. ഇത് ഞാൻ മര്യാദയ്ക്ക് വെച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ലാഷസ് വരുന്നില്ല. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഐലാഷ് കേളർ വെച്ച് ആദ്യം എൻ്റെ ഇത് 2 ലാഷസും
സെപ്പറേറ്റ് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇത് ഈ കാണുന്ന ലാഷസ് അതെൻ്റെ ഒറിജിനൽ ലാഷസാണ്. ഇത് നിങ്ങൾ കേൾ ചെയ്ത് വെക്കുക, എന്നിട്ട് ഇത് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ രണ്ടും രണ്ടായി കാണും ഗൈസ്. നോക്കൂ, ഇതാണ്ടോ ഇത്രയും ലാഷസ് ഉണ്ട്. ഇതിൽ താഴോട്ട് കാണുന്നതാണ് എൻ്റെ ലാഷസ്. ഈ മേലോട്ടിരിക്കുന്ന നമ്മുടെ ഫേക്ക് ലാഷസ്. ഇതിൻ്റെ മേലിൽ ഇനി ഐലൈനർ അപ്ലൈ ചെയ്യാം. വിങ് ലൈൻസ് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റിവ്യൂ. ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല. നോക്കൂ, വലിച്ചെറിഞ്ഞങ്ങ് പോകുന്നു. അല്ലാതെ നമുക്കൊരു ചെറിയൊരു വ്ളോഗ് ചെയ്യാനോ വീഡിയോ സെറ്റപ്പിനോ ഒരു ഫോട്ടോഷൂട്ടിനോ ഒക്കെ യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് വലിയ കല്യാണ ചടങ്ങിനോ കണ്ണ് തിരുമുന്നവരൊക്കെ ആണെങ്കിൽ എന്നെ പോലെ ഉള്ളവർക്ക് പറ്റിയൊരു പ്രോഡക്റ്റ് അല്ല ഇത്. മുമ്മൂസോയുടെ മാഗ്നറ്റിക് ഐലാഷ് ആൻഡ് ഐലൈനർ കിറ്റ്. ഞാൻ ഫസ്റ്റ് ഐലാഷ് എക്സ്റ്റൻഷൻ എന്നാണ് പറഞ്ഞത്. സോറി, മൈ മിസ്റ്റേക്ക്. ഇറ്റ്സ് ഫോൾസ് ഐലാഷസ്. ഓക്കെ, അപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് കാണുന്ന കൂടുതലും പേര് സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. കൈൻഡ്ലി പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. അതിനനുസരിച്ച് ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. അപ്പം പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് യാ, ബൈ.